السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. الحمد لله. നാം ഇൻഷാ അല്ലാഹ് സൂറത്തുൽ കഹ്ഫിൻ്റെ ആഴങ്ങളിലിറങ്ങി ചെറിയൊരു പഠനം നടത്തുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സൂറത്തുൽ കഹ്ഫിൽ വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചെറുതായി ഒന്ന് പരിചയപ്പെടാം. സൂറത്തുൽ കഹ്ഫ് എന്താണ് എന്നുള്ളത്. മക്കിയായ സൂറത്താണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്നതിന് മുമ്പായി ഇറങ്ങിയ സൂറത്താണ്. സൂറത്തുൽ കഹ്ഫ് ഒന്നിച്ചിട്ടാണ് ഇറങ്ങിയത്. അതായത് ഭാഗമായിട്ട് ഓരോ ആയത്തുകളായിട്ടല്ല, ഒറ്റ വരവിൽ തന്നെ മുഴുവനും ഇറങ്ങിയ സൂറത്താണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുസ്ഹഫിൻ്റെ ഓർഡർ നോക്കുകയാണെങ്കിൽ 18ാമത്തെ സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. എന്തിനാണ് കഹ്ഫ് എന്ന പേര് കിട്ടിയത്? അത് കഹ്ഫ് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഗുഹ എന്നർത്ഥം. സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്നത് ഗുഹാവാസികളുടെ ചരിത്രം അതിൽ ഉള്ളതുകൊണ്ടാണ്. സൂറത്തുൽ കഹ്ഫിൽ 110 ആയത്തുകളാണ് ഉള്ളത്. നാം സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യാറുണ്ട്. നമുക്ക് സൂറത്തുൽ കഹ്ഫുമായിട്ട് നല്ല ബന്ധമുണ്ട്. സൂറത്തുൽ കഹ്ഫിൻ്റെ പ്രത്യേകതകൾ: ഒന്ന്, സൂറത്തുൽ കഹ്ഫ് വലിയ ഒരു സുരക്ഷയാണ്, പ്രൊട്ടക്ഷനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും 10 ആയത്തുകൾ പഠിച്ചാൽ, സൂറത്തുൽ കഹ്ഫിൽ നിന്നുള്ള ആദ്യത്തെ 10 ആയത്തുകൾ കാണാതെ പഠിച്ചാൽ ഉസിമ മിനദ് ദജ്ജാൽ, ദജ്ജാലിൽ നിന്ന് കാവൽ ലഭിക്കും. ദജ്ജാലിൽ നിന്നുള്ള കാവല എന്ന് പറഞ്ഞാൽ ദജ്ജാലാണ് ഏറ്റവും വലിയ മുസീബത്ത്. ആ വലിയ മുസീബത്തിൽ നിന്ന് കാവൽ ലഭിക്കുമെന്ന് പറഞ്ഞാൽ മറ്റെല്ലാ മുസീബത്തുകളിൽ നിന്നും കാവൽ ലഭിക്കുമെന്നാണ്. അപ്പോൾ സൂറത്തുൽ കഹ്ഫ് നമുക്കുള്ള വലിയ ഒരു സുരക്ഷാ കവചവും കൂടിയാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഓതണം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദജ്ജാൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ദജ്ജാൽ പുറപ്പെടുകയാണെങ്കിൽ ഞാൻ മതി ദജ്ജാലിനെ തൊട്ട് നിങ്ങളെ സംരക്ഷിക്കാൻ. എങ്കിൽ ഞാനില്ലാത്തപ്പോഴാണ് നിങ്ങൾ ദജ്ജാലിനെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സൂറത്തുൽ കഹ്ഫിൻ്റെ ആയത്തുകൾ നിങ്ങൾക്ക് മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ്, മൊത്തത്തിൽ ഖുർആൻ പാരായണം സമാധാനവും ശാന്തിയും വലിയ റഹ്മത്തുമാണ്. എങ്കിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ സ്പെഷ്യലായിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങിയ ഒരു സംഭവം ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഒരാൾ സൂറത്തുൽ കഹ്ഫ് ഓതുകയായിരുന്നു. തൊട്ടടുത്ത് ഒരു കുതിര കെട്ടിയിട്ടുണ്ട്. അത് കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ ഓടാൻ ശ്രമിക്കുന്നു. നോക്കുമ്പോൾ മേലെ അതാ ഒരു മേഘം അവിടെ കവർ ചെയ്തിട്ടുണ്ട്. സ്വഹാബി ഓതുമ്പോഴാണ് ഈ മേഘത്തെ കാണുന്നത്. ഇതൊരു അത്ഭുത പ്രതിഭാസമാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പിറ്റേ ദിവസം ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തിൽക സക്കീനത്തു തനസ്സലത് ബിൽ ഖുർആൻ. അതൊരു സക്കീനത്താണ്, അതൊരു സമാധാനമാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങിയ അടയാളമാണ്. ഇനി സൂറത്തുൽ കഹ്ഫിൽ 4 കഥകളുണ്ട്, 4 ചരിത്രങ്ങളുണ്ട്. ആ 4 ചരിത്രങ്ങളുടെയും തീം എങ്ങനെ നമുക്ക് ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാം. ഫിത്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളാണ്. ഒന്നാമത്തെ പരീക്ഷണം ദീനിൽ ഉണ്ടാകുന്ന ഫിത്ന. അതായത് നമുക്ക്
ഒരു പള്ളി നിർമ്മിക്കാൻ കഴിയാതെ, ബാങ്ക് കൊടുക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ കൃത്യമായി കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം, അതിനെയാണ് ദീനിലുണ്ടാകുന്ന ഫിത്ന എന്ന് പറയുന്നത്. അതാണ് ഗുഹാവാസികൾക്ക് സംഭവിച്ചത്. അവിടെ അവർക്ക് ആ നാട്ടിൽ താമസിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ഫിത്ന മാല്, മുതൽ. അല്ലാഹു തആല സമ്പത്ത് നൽകും. ആ നൽകുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അവിടെ കിബിർ നടിച്ചാൽ അല്ലാഹു തആല അവനെ ശിക്ഷിക്കും. രണ്ടാമത്തെ കഥ അഥവാ സ്വാഹിബുൽ ജന്നത്തൈൻ, 2 തോട്ടക്കാരൻ്റെ കഥയുണ്ട്. ആ കഥ പറയുന്നത് ഈ മാല് അഥവാ മുതലിലുണ്ടാകുന്ന ഫിത്നയെക്കുറിച്ചാണ്. മൂന്നാമത്തെ ഫിത്ന, അല്ലാഹു തആല നമുക്ക് നല്ല അറിവ്, ഇൽമ് തരും. ആ ഇൽമ് നാം അഹങ്കരിക്കാൻ ഉള്ളതല്ല, അതല്ലെങ്കിൽ ആ ഇൽമ് വിറ്റ് കാശുണ്ടാക്കാനല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ വജ്ഹിൽ ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയാണ്. മൂസ നബി അലൈഹിസ്സലാമിൻ്റെയും ഖിദ്ർ അലൈഹിസ്സലാമിൻ്റെയും കഥ വായിക്കുമ്പോൾ നമുക്ക് ഈ ഫിത്ന ഫിൽ ഇൽമ് നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. നാലാമത്തെ ഫിത്ന, അല്ലെങ്കിൽ അല്ലാഹു തആല പരീക്ഷിക്കുന്നത് അധികാരം നൽകി. ജനങ്ങൾക്ക് ചിലപ്പോൾ വലിയ അധികാരം കൊടുക്കും. ആ അധികാരം നൽകി അല്ലാഹു തആല പരീക്ഷിക്കുകയാണ് അവൻ്റെ താഴെയുള്ളവരോട് അവൻ എങ്ങനെ പെരുമാറുന്നുണ്ട് എന്നുള്ളത്. അത് നമുക്ക് ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. അതിൽ ദുൽഖർനൈൻ റളിയല്ലാഹു തആല അൻഹു വളരെ ഭംഗിയായി ലോകം മൊത്തം ഭരിച്ച രാജാക്കന്മാരിൽപ്പെട്ട ഒരു രാജാവ് എന്ന് പറയപ്പെട്ട ദുൽഖർനൈനി, ആ അത്രയും വലിയ അധികാരമുള്ള ആളായിട്ട് പോലും സാധാരണക്കാരോടൊപ്പം അവർക്ക് സഹായിച്ച് അവരോടൊപ്പം ചേർന്ന് നിന്ന ഒരു കഥ പറയുന്നുണ്ട് സൂറത്തുൽ കഹ്ഫിൽ. ഏതായാലും ഈ 4 സ്റ്റോറി, 4 ഫിത്നകളെക്കുറിച്ച്, 4 അള്ളാഹുവിൻ്റെ ഇബ്തിലാ പരീക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കത് ഇൻഷാ അല്ലാഹ് വഴിയെ സംസാരിക്കാം. സൂറത്തുൽ കഹ്ഫ് ഇറങ്ങാനുള്ള സാഹചര്യം എന്തായിരുന്നു? സൂറത്തുൽ കഹ്ഫ് നളർ ഇബ്നുൽ ഹാരിസ്, ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്ത് എന്ന് പറയുന്ന 2 ദുഷ്ടന്മാർ, അവർ മദീനയിലേക്ക് പോയി. എന്തിനാ പോയത്? മദീനയിലുള്ള ജൂതന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് തങ്ങളെ എതിർക്കാൻ വല്ല പുതിയ ട്രിക്കും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കാൻ. കാരണം മക്കയിലുള്ള ഖുറൈശികൾ ഒരു കമ്പാരിറ്റീവ്ലി അവർ ഒരു ഇല്ലിറ്ററേറ്റാണ്, അക്ഷരജ്ഞാനമില്ലാത്തവരാണ്, ലോക അറിവ് ഇല്ലാത്തവരാണ്. മദീനയിലുള്ള പുരോഹിതന്മാർ, ജൂതന്മാർ, അവർക്ക് തൗറാത്ത് അറിയാം. അവർ പൊതുവേ കുറച്ച് ലിറ്ററേറ്റാണ്, അക്ഷരജ്ഞാനമുള്ളവരാണ്. അപ്പോൾ അവർക്ക് സാംസ്കാരികമായി കുറച്ചുകൂടി ഉഷാറുള്ളവരായതുകൊണ്ട് അവരോട് വല്ലതും ചോദിച്ച് മുഹമ്മദിന് ഉത്തരം നൽകാമെന്നുള്ളതായിരുന്നു ഈ 2 പേരുടെ ലക്ഷ്യം. അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ 3 കാര്യങ്ങൾ ചോദിക്കുക. 1, സലൂഹു അൻഫിത്തിയത്തിൻ ദഹബു ഫിദ്ദഹരിൽ ഔവലി, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു പറ്റം യുവാക്കൾ ഓടിപ്പോയിട്ടുണ്ട്, അവരുടെ ചരിത്രം പറയുക. രണ്ടാമതായിട്ട്, ഒരു മനുഷ്യൻ ലോകം മൊത്തം തുറ്റി സഞ്ചരിച്ചു, ആ സഞ്ചരിച്ച വ്യക്തിയുടെ ചരിത്രം അതല്ലെങ്കിൽ ന്യൂസ് എന്താണ് എന്ന് പറഞ്ഞു തരിക. മൂന്നാമത്തത്, റൂഹിനെ കുറിച്ച് എന്താണെന്ന് പറയുക. ഇതിന് മറുപടിയായിട്ടാണ് സൂറത്തുൽ കഹ്ഫ് അല്ലാഹു തആല ഇറക്കുന്നത്. ആ യുവാക്കളുടെ ചരിത്രമാണ് ഗുഹാവാസികളുടെ ചരിത്രം. അതുപോലെ ലോകം മൊത്തം സഞ്ചരിച്ച വ്യക്തി ദുൽഖർനൈനിയാണ്. മൂന്നാമത്തെ റൂഹിനെ കുറിച്ചുള്ള ചോദ്യം, അത് സൂറത്തുൽ ഇസ്റാ അഥവാ സൂറത്തുൽ കഹ്ഫിന് തൊട്ട് മുമ്പുള്ള സൂറത്താണ്. ആ സൂറത്തിൽ യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിൻ്റെ വളരെ രഹസ്യമായ അറിവുകളിൽപ്പെട്ടതാണ് റൂഹ് അഥവാ ആത്മാവ് എന്നുള്ളത് എന്ന് പറഞ്ഞ് അങ്ങനെ 3നും കൃത്യമായ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക്
ഈ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ആയത്തുകൾ 4 ആയത്തുകൾ പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹു, അൻസല അലാ അബ്ദിഹി, അവൻ്റെ അടിമക്ക് അള്ളാഹു തആല ഇറക്കിയിട്ടുണ്ട്, അവൻ ഇറക്കിയിട്ടുണ്ട് അൽ കിതാബ, ഗ്രന്ഥം അഥവാ പരിശുദ്ധ ഖുർആൻ. വലം യജ്അൽ, അവൻ ആക്കിയിട്ടില്ല, ലഹു, ആ ഖുർആനിന്, ഇവജ, ഒരു വക്രത ആക്കിയിട്ടില്ല. അതായത് ഖുർആൻ വളരെ വ്യക്തമായ നിലക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ആശയങ്ങളാണ് പറഞ്ഞത്. മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു മനുഷ്യൻ്റെ ഗൈഡൻസ്, ഹിദായത്തിന് വേണ്ടിയാണ് ഖുർആനിനെ ഇറക്കിയത്. ആ ഖുർആൻ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന, ജനങ്ങൾക്ക് പ്രാക്ടിക്കലായി അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കൊണ്ട് മാത്രമേ അതിൽ പ്രതിപാദിച്ചിട്ടുള്ളൂ. അത്തരം വിഷയങ്ങൾ മാത്രമേ അതിലുള്ളൂ. അതാണ് വലം യജ്അൽ ലഹു ഇവജ എന്ന് പറഞ്ഞത്. ഒരു വക്രതയുമില്ല, വളച്ചുകെട്ടൊന്നുമില്ലാതെ വളരെ കൃത്യമായി കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന് പല അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അതിൽ വിരുദ്ധമായ കാര്യങ്ങൾ, പരസ്പരം വിരുദ്ധമായ കാര്യങ്ങൾ ഖുർആനിലുണ്ടാവില്ല. അതല്ലെങ്കിൽ സത്യത്തിനെതിരായ കാര്യങ്ങൾ ഖുർആനിലുണ്ടാവില്ല. അങ്ങനെ പല നിലക്കും നമുക്ക് മനസ്സിലാക്കാം. ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا. ഖുർആനിനെ കുറിച്ച് ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞു ഇവജ, അതിൽ വളവില്ല, വക്രതയില്ല. വീണ്ടും പറയുകയാണ് ആ ഖുർആനിനെ കുറിച്ച് തന്നെ, ഖയ്യിമൻ. ഖയ്യിമൻ എന്ന് പറഞ്ഞാൽ നേരത്തെ വക്രതയില്ല എന്ന് പറഞ്ഞ അതേ അർത്ഥം കുറിക്കുന്ന നേരെയായതെന്നർത്ഥം. നേരെയായതെന്ന് പറഞ്ഞാൽ വക്രതയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. വക്രതയില്ല എന്ന് പറഞ്ഞാൽ നേരെയായെന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്തിനാണ് വീണ്ടും അത് ഒരു എന്താ പറയുക, ഒരു ഡബിൾ കൺഫർമേഷൻ, വീണ്ടും അത് തന്നെ പിന്നെയും പറയാനുള്ള കാരണം എന്താ? അത് വളവില്ല എന്ന് പറയുമ്പോൾ ചെറിയ വളവൊക്കെ ഉണ്ടോ എന്നൊരു സംശയം ചിലപ്പോൾ തോന്നിയേക്കാം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, നേരെ പോകണം എന്ന് പറയും. ഒരു വളവും ചെരിവുമില്ല, നേരെ പോയാൽ മതി എന്ന് പറയും. നടന്നു പോകുമ്പോഴാണ് മനസ്സിലാകുക അവിടെ വളവുണ്ട്, ചെറിയ ചെരിവൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വളവ് ചെരിവ് എന്നുള്ള സംഗതി തന്നെ ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 2 ബിന്ദുവിൻ്റെ ഇടയ്ക്ക്, 2 പോയിൻറ്റിൻ്റെ ഇടയ്ക്ക് ഒരു നേർരേഖ, സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ അതായിരിക്കും അതിൻ്റെ ഷോർട്ടസ്റ്റ് വേ. അതിനിടയിൽ വളവും ചെരിവും വന്നു കഴിഞ്ഞാൽ ആ വളവ് ചെരിവിനനുസരിച്ച് ആ 2 പോയിൻറ്റുകൾക്കിടയിലുള്ള ദൂരം കൂടും. അതുപോലെ ഒരു മനുഷ്യൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിലുള്ള സ്ട്രൈറ്റ് ലൈനാണ് പരിശുദ്ധ ഖുർആൻ. എത്രമാത്രം ഖുർആനിൻ്റെ ആശയങ്ങൾക്കുള്ളിൽ ഒരാൾ ജീവിക്കുന്നുണ്ടോ അത്രയും പെട്ടെന്ന് അവന് സ്വർഗം പ്രാപ്യമാവും, സ്വർഗം ലഭിക്കും. എത്രമാത്രം ഖുർആനിൽ നിന്ന് അകന്നു പോകുന്നുവോ അതനുസരിച്ച് സ്വർഗത്തിലേക്കുള്ള ദൂരവും കൂടിക്കൊണ്ടേ പോകും. എന്നിട്ട് അല്ലാഹു തആല ഈ ഖുർആനിൻ്റെ ദൗത്യം പറയുകയാണ്. ഒന്നാമത്തെ ദൗത്യം, ദി മിഷൻ, ലിയുൻദിറ ബഅസൻ ശദീദ. ലിയുൻദിറ, താക്കീത് നൽകാൻ വേണ്ടി, വാർണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബഅസൻ, എന്ത്? ശിക്ഷ ലഭിക്കുമെന്നുള്ള വാർണിംഗ് കൊടുക്കാൻ. ശിക്ഷ വാർണിംഗ് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, അത് വാർണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് കടുപ്പുള്ളതാണ്, പണിഷ്മെൻ്റാണ്. പക്ഷേ വാർണിംഗ് എന്ന് പറഞ്ഞ് നിർത്താതെ ശദീദൻ, ശക്തമായ ശിക്ഷ തന്നെ കൊടുക്കും.
അപ്പോൾ ഒന്നും കൂടി അത് കടുപ്പിക്കാനാണ് പറഞ്ഞത്. മില്ലദുൻഹു, അത് തന്നെ അധികാരമുള്ള രാജാതിരാജനായ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ. അപ്പോൾ ആ ശിക്ഷയുടെ ഗൗരവം കൂടെയാണ് പടച്ചവൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ എന്ന് പറയുമ്പോൾ. അർഹമുറാഹിമായ എല്ലാത്തിനും കരുണ ചെയ്യുന്ന അള്ളാഹു തന്നെ ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ അത് വെറുതെ ശിക്ഷിക്കൂലല്ലോ. അതിന് മാത്രം തെറ്റ് അദ്ദേഹം ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ദൗത്യം ഇൻദാർ അഥവാ താക്കീദ് ആണ്. രണ്ടാമത്തെ ദൗത്യം വയുബശ്ശിറൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ. അപ്പോൾ തബ്ശീർ, ബശ്ശറ യുബശ്ശിറു, സന്തോഷ വാർത്ത അറിയിക്കാൻ എന്ന് പറയും മുഅ്മിനുകൾക്ക്. അല്ലദീന, എങ്ങനെയുള്ള മുഅ്മിനുകളാണ്? യഅമലൂന സ്വാലിഹാത്ത്, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. എന്താണ് സന്തോഷ വാർത്ത? അന്ന ലഹും, ആ മുഅ്മിനുകൾക്ക് ലഭിക്കും അജ്റൻ ഹസന, ധാരാളം കൂലി ലഭിക്കും, അഥവാ സ്വർഗം ലഭിക്കും എന്നർത്ഥം. മാകിസീന ഫീഹി അബദ, പിന്നെ അല്ലാഹു തആല പറയുന്നു മാകിസീന, ആ സ്വർഗത്തിൽ അവർ താമസിക്കും. ഫീഹി, ആ സ്വർഗത്തിൽ, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അജ്റൻ ഹസന, ആ പ്രതിഫലത്തിൽ അവർ താമസിക്കും. അബദൻ, എന്നേക്കും, എറ്റേണൽ ലൈഫ്, ശാശ്വതമായ ഒരു ജീവിതം അവിടെ അവർ ജീവിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട ഖുർആനിൻ്റെ ദൗത്യമാണ് തബ്ശീർ, ഇൻദാർ, സന്തോഷ വാർത്ത അറിയിക്കുക, അതുപോലെ വാണിംഗ് കൊടുക്കുക എന്നുള്ളത്. അല്ലാഹു തആല വീണ്ടും പരിചയപ്പെടുത്തുകയാണ്. അതല്ലെങ്കിൽ നേരത്തെ താക്കീത് പറഞ്ഞു, താക്കീതായിട്ടാണ് ഇറങ്ങിയത് എന്നുള്ളിടത്ത് വീണ്ടും ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് ആർക്കാണ് ഒരു സ്പെഷ്യൽ താക്കീതായിട്ട് ഇവിടെ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, വയുൻദിറ, മുന്നറിയിപ്പ് നൽകാൻ, അല്ലദീന, ഒരു കൂട്ടർ, ഖാലു, അവർ പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്ലെങ്കിൽ ആരോപിച്ചു. ഇത്തഖദല്ലാഹ്, അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്, വലദ, കുട്ടിയെ, അഥവാ അല്ലാഹു തആലാക്ക് കുട്ടിയുണ്ട്, മകനുണ്ട് എന്ന് പറഞ്ഞ, എന്ന് വിശ്വസിച്ചവർക്ക് അതിശക്തമായ താക്കീതായിട്ടാണ് ഈ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. അപ്പോൾ ഈ ഒരു ആയത്തുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇനി പറയാൻ പോകുന്ന കഥ അല്ലെങ്കിൽ സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് വലിയ പ്രതിഫലം അല്ലാഹു തആല നൽകും. അത് നാം ഗുഹാവാസികൾ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ദുനിയാവിൽ തന്നെ അവർക്ക് നൽകിയ വലിയ സുഖം മനസ്സിലാവും. അതുപോലെ അല്ലാഹു തആല മക്കളെ സ്വീകരിച്ചു എന്ന് പറയുക എന്നുള്ളത് വൻ കുറ്റമാണ്, തൗഹീദിനെതിരാണ്, അതിശക്തമായ അള്ളാഹുവിനോട് പങ്കു ചേർക്കുക അഥവാ ശിർക്ക് വിശ്വാസമാണ്. അതിന് അല്ലാഹു തആല വലിയ ശിക്ഷയാണ് നൽകുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു വിശ്വാസം, ശിർക്ക്, അതിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു ഇനമാണ് അല്ലാഹു മൂന്നെണ്ണമുണ്ട്, ട്രിനിറ്റി, ത്രിയേകത്വത്തിൽ വിശ്വസിക്കുക, അല്ലേ? ഗോഡ് ദി ഫാദർ, ഗോഡ് ദി സൺ, ഗോഡ് ദി ഹോളി സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന ക്രിസ്ത്യാനികളുടെ വിശ്വാസം. അതേ വിശ്വാസം മക്കക്കാരായ ഖുറൈശികൾക്കും മലായിക്കത്ത് അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന വിശ്വാസമൊക്കെ ഖുറൈശികൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്നത്, ഒന്നിരിക്കലത് ഖുറൈശികളോടുള്ള സൂചനയാണ്, അവർ അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഇത് മക്കയിലിറങ്ങിയ സൂറത്താണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ജൂതന്മാരോ ക്രിസ്ത്യാനികളുമായിട്ടുള്ള ഒരു ഇടപെടലില്ലാതെ ഇങ്ങനെ സൂചന തന്നു? അത് അല്ലാഹു ആലം. ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന സൂറത്തുൽ കഹ്ഫിലെ ഗുഹാവാസികളുടെ സംഭവം നടക്കുന്നത് ഒരഭിപ്രായ പ്രകാരം
ഈസ നബി അലൈഹിസ്സലാമിൻ്റെ അച്ബാ അതല്ലെങ്കിൽ അനുയായികൾ ആയി വന്നതിന് ശേഷം, ഈസാ നബി അലൈഹി സ്വലാമിന് ശേഷം വന്ന വർഗം, അവരെ ബഹുദൈവാരാധകരോ അതല്ലെങ്കിൽ ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ തന്നെയോ പീഡിപ്പിച്ച, തൗഹീദ് വിശ്വസിച്ചപ്പോൾ പീഡിപ്പിച്ച സംഭവമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ ഒരു സൂചന ഇവിടെ നൽകുന്നത്. അല്ലാഹു തആല 3 എണ്ണമുണ്ട് അല്ലെങ്കിൽ മക്കളുണ്ട് എന്ന് പറഞ്ഞവർക്ക് അതിശക്തമായ താക്കീത് എന്ന് പറഞ്ഞത് സൂറത്തുൽ കഹ്ഫിൽ ഗുഹാവാസികളെ പീഡിപ്പിച്ചത് ആരായിരുന്നു? അല്ലാഹു തആലാക്ക് മക്കളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു എന്ന നിലക്കായേക്കാം, അല്ലാഹു അലം. പിന്നെ സൂറത്തുൽ കഹ്ഫിലെ ഈ സൂറത്ത് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാണ് ആരംഭിച്ചത്. ഖുർആനിൽ മൊത്തം 4 സൂറത്തുകൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ടുണ്ട്. സൂറത്തുൽ അൻആം അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാത്ത്, സൂറത്തുൽ കഹ്ഫ്, അതുപോലെ സൂറത്ത് ഫാത്തിർ അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി, സൂറത്ത് സബ അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി. പിന്നെ സൂറത്തുൽ ഫാത്തിഹ ബിസ്മി, സൂറത്തുൽ ഫാത്തിഹയുടെ ഭാഗമല്ല എന്ന് പറയുകയാണെങ്കിൽ ബിസ്മി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വാക്ക് പറഞ്ഞിട്ടാണ് സൂറത്ത് ആരംഭിക്കുന്നത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു തആല ഈ സമയങ്ങളിലൊക്കെ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് അല്ലാഹു തആല ഇറക്കിയ ഗ്രന്ഥത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അതായത് അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത്, അവൻ നമുക്ക് ഖുർആൻ ഇറക്കി തന്നു, എങ്ങനെ ജീവിക്കണമെന്നുള്ള കൃത്യമായ ഗൈഡൻസ് പറഞ്ഞു തന്നു എന്നുള്ളതാണ്. മനുഷ്യൻ അല്ലാഹു തആല ഏറ്റവും കൂടുതൽ നന്ദി ഉണ്ടാകേണ്ടത് ആ ഖുർആൻ ഇറക്കിയതിന് വേണ്ടിയാണ്. ആ ഖുർആൻ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു തന്നതുകൊണ്ടാണ്. മറ്റെല്ലാ നിഅമത്തുകളും, നമ്മുടെ ആരോഗ്യവും സമ്പത്തും നമ്മുടെ ദുനിയാവിൻ്റെ സുഖങ്ങളൊക്കെ പിന്നെ, ഒന്നാമത്തെ ശുക്ർ, ഒന്നാമത്തെ നമ്മുടെ ഹംദ് അള്ളാഹുവിന് സമർപ്പിക്കുന്നത് അവൻ നൽകിയ ഹിദായത്തിന് വേണ്ടിയാണ്. അതാണ് അൽഹംദുലില്ലാഹില്ലദീ റസഖ ഔലാദന, അല്ലെങ്കിൽ റസഖൽ ഔലാദ്, ഞങ്ങൾക്ക് മക്കളെ തന്ന അള്ളാഹ്ക്ക് ഹംദ് എന്നല്ല പറഞ്ഞത്. അതല്ലെങ്കിൽ മറ്റുള്ള ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, അതായിരിക്കണം നമ്മൾ ഏറ്റവും വലിയ കൺസേൺ. ഹിദായത്ത് നഷ്ടപ്പെടാൻ പാടില്ല. വേറെ ഏത് നിഅമത്ത് നഷ്ടപ്പെട്ടാലും നാം അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഹംദ് ചെയ്യേണ്ടതും ആ ഹിദായത്തിന് വേണ്ടിയാണ്. മറ്റൊരു കാര്യം, സൂറത്തുൽ ഇസ്രാഇൻ്റെ അവസാനം, അൽ കഹ്ഫിൻ്റെ തൊട്ട് മുമ്പുള്ള സൂറത്താണ് സൂറത്തുൽ ഇസ്രാ. അതിൻ്റെ അവസാനത്തെ ആയത്ത് വഖുലിൽ ഹംദുലില്ലാഹ് എന്നാണ്. നീ അൽഹംദുലില്ലാ എന്ന് പറയൂ എന്നതിൻ്റെ അർത്ഥം. ശേഷം അടുത്ത സൂറത്തിൽ എങ്ങനെയാണ് അല്ലാഹു തആല ഹംദ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിൽ കിതാബ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുമുണ്ട്. അല്ലാഹു തആല നൽകിയ നിഅമത്തുകൾ ധാരാളമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി അല്ലാഹു തആല എണ്ണി പറഞ്ഞതാണ് എന്ത്? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, നിങ്ങളിൽ തന്നെ അല്ലാഹു തആല ഒരു റസൂലിനെ ഇറക്കി എന്നുള്ളത്. ആ റസൂൽ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്തായി നമ്മൾ പരിഗണിക്കേണ്ടത്. പിന്നെ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ബഹുമതികൾ ലഭിച്ച അവസ്ഥകളിലൊക്കെ റസൂലുള്ളാഹി തങ്ങളെ അല്ലാഹു തആല പറയുന്നത് അബ്ദ് എന്ന ആ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടാണ്. അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ എന്നർത്ഥം. നമുക്ക് അടിമ എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ താഴ്ന്നു പോവുകയാണ് അല്ലേ? അടിമ എന്ന് പറയുമ്പോൾ ഉടമയാണ് എപ്പോഴും മേലെ, അടിമ താഴ്ന്ന ആളാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയുമ്പോൾ അവൻ താഴ്ന്നു പോവുകയല്ല ചെയ്യുക. എത്രമാത്രം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരാൾ താഴ്ന്നു നിൽക്കുന്നുവോ അത്രമാത്രം അവൻ്റെ സ്ഥാനം ഉയരുമെന്നുള്ളതാണ്. ഇബാദത്തിൻ്റെ അർത്ഥം തന്നെ അഖ്സാ ആയത്തുൽ ഖുളൂഇ വത്തദല്ലുലി, അതായത് അങ്ങേയറ്റം വിനയും താഴ്മയും അള്ളാഹുവിൻ്റെ മുമ്പിൽ കാണിക്കുക, അതാണ് ഇബാദത്ത്. എങ്കിൽ അള്ളാഹുവിനെ കൃത്യമായി
അല്ലെങ്കിൽ അല്ലാഹു തആലയെ മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചതുപോലെ, അള്ളാഹുവിൻ്റെ അബ്ദായതുപോലെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ കേണപേക്ഷിച്ച് താഴ്മയോടെ വിനയത്തോടെ ഇബാദത്ത് ചെയ്തതുപോലെ ഒരാൾക്കും ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. ആ അർത്ഥത്തിൽ ഏറ്റവും വലിയ അബ്ദ് ആരാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല വളരെ ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ വലിയ സംഭവങ്ങൾ നൽകിയ സമയങ്ങളിലൊക്കെ അബ്ദ് എന്ന പദം പ്രയോഗിച്ചത്. നമുക്കും വലിയ പാഠമാണ്. നാം അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന നിലക്ക് അഭിമാനിക്കുകയും ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്രമാത്രം നമുക്ക് താഴ്മയോടെ വിനയത്തോടെ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ കഴിയും, അത്രയും വിനയത്തോടെ നാം ചോദിക്കുകയും വേണം. പിന്നെ കിതാബ് എന്ന് പറയുമ്പോൾ അതിന് രണ്ടർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, കിതാബ് എന്നുള്ളത് ഒരുമിച്ച് കൂട്ടുക എന്നർത്ഥമുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ, ഒരുമിച്ച് കൂട്ടുക എന്നർത്ഥമുണ്ട്. അതായത് എല്ലാ അറിവുകളും ഒരുമിച്ച് കൂട്ടപ്പെട്ട എന്ന അർത്ഥം ഖുർആനിന് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു അർത്ഥം ഖുർആനിന് എഴുതപ്പെട്ടു, അതല്ലെങ്കിൽ വരച്ചു എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ അത് പരിശുദ്ധ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ട കാരണം കൊണ്ടാണ് എന്നു നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ആ കിതാബ് എന്നുള്ള പദം തന്നെ എല്ലാ ഇൻഫർമേഷനും ഉൾക്കൊണ്ട ഒരു ഗ്രന്ഥമാണ് എന്ന അർത്ഥം കുറിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ആയത്തിൽ നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.